Dear students, welcome to Learner's World. In this video, I'm going to talk about questions and answers of the poem Revolving Days by David Malouf, Kaleidoscope, 4th semester, Calcutta University, Common English. What does the speaker seems to remember? നമ്മുടെ പോയത്തിലെ സ്പീക്കർ എന്താണ് ഓർത്തത് എന്താണ്? The speaker seems to remember the feelings he felt and the colors of the shirts he purchased. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലവറിനെ കുറിച്ചിട്ടുള്ള ആ ഒരു ഫീലിങ്സ് അദ്ദേഹം ഓർത്തെടുക്കുകയാണ്. അതുപോലെ അദ്ദേഹം ആ ഒരു ടൈമിൽ ലവറിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ഷർട്ട്സ് പർച്ചേസ് ചെയ്തിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് റിമെമ്പർ ചെയ്യുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഷർട്ട്സ് ദ സ്പീക്കർ ബൈസ് ഏർലി ഇൻ ദ റിലേഷൻഷിപ്പ്? അതായത് സ്പീക്കർ തൻ്റെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ഷർട്ട്സ് പർച്ചേസ് ചെയ്തിരുന്നു. അതിൻ്റെ സിഗ്നിഫിക്കൻസ്, അതിൻ്റെ പ്രസക്തി എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഷർട്ട്സ് ബോട്ട് ഏർലി ഇൻ ദ റിലേഷൻഷിപ്പ് ഈസ് എ ന്യൂ ലൈഫ് ഹി ഹോപ്പ്ഡ് ഹി വുഡ് ഹാവ് ആസ് എ ലവർ. അതായത് ഒരു ലവർ എന്നുള്ള നിലക്ക് അദ്ദേഹം ഒരു പുതിയൊരു ജീവിതം പ്രതീക്ഷിച്ചിരുന്നു, സ്വപ്നം കണ്ടിരുന്നു. അതാണ് ഈ ഒരു ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ഷർട്ട്സിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വൂം ഡസ് ദ സ്പീക്കർ അഡ്രസ് ഇൻ ദ പോം? ആരെയാണ് സ്പീക്കർ ഈ ഒരു പോയത്തിൽ അഡ്രസ്സ് ചെയ്യുന്നത്? ദ സ്പീക്കർ അഡ്രസ്സസ് ഇസ് എക്സ് ലവർ. നെക്സ്റ്റ്, ഹൗ ആർ ദ ഐസ് ഓഫ് ദ സ്പീക്കേഴ്സ് ലേഡി ലവ് ഡിസ്ക്രൈബ്ഡ്? എങ്ങനെയാണ് ആ ഒരു സ്പീക്കറുടെ ആ ഒരു ലേഡി ലവിൻ്റെ ഐസ് എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, വിവരിച്ചിരിക്കുന്നത്? ദ ഐസ് ഓഫ് ദ സ്പീക്കേഴ്സ് ലേഡി ലവ് ആർ ഡിസ്ക്രൈബ്ഡ് ആസ് ബ്ലൂ ഐസ്. ബ്ലൂ ഐസ്, നീലക്കണ്ണുകളായിട്ടാണ്